കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ഹൂസ്റ്റണിലെ സെയിന്റ് ബേസിൽ യാക്കോബ പള്ളിയിലാണ് ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിന് പങ്കെടുത്തത്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ദുഃഖവെള്ളിയാഴ്ചയുടെ നമസ്കാര പുസ്തകമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു JC പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കവർ കണ്ടപ്പോൾ ഞാൻ അന്തിച്ചു പോയി. ഇതുണ്ടോ, ഇതാണ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനികളുടെ ദുഃഖവെള്ളിയാഴ്ച നമസ്കാര ക്രമം. അപ്പോൾ ഇതിന്റെ കവർ കണ്ടു കഴിഞ്ഞാൽ ഇത് കത്തോലിക്കരുടെ ഏതോ പുസ്തകമാണെന്ന് തോന്നും. അപ്പോൾ ചോദ്യം വരും, അതുകൊണ്ട് തന്നെ കുഴപ്പം? ഒരു കുഴപ്പമില്ല. കാരണം കത്തോലിക്കരെ എനിക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്, നല്ല സഭയാണ്, കത്തോലിക്ക പള്ളി പോകുന്നത് നല്ലതാണ്, ഒക്കെ നല്ലതാണ്. പക്ഷെ കത്തോലിക്കരുടെ ചിത്രങ്ങൾ വെച്ച് യാക്കോബായക്കാരുടെ പുസ്തകം ഔദ്യോഗികമായിട്ട് നമസ്കാരക്രമം അച്ചടിച്ചിറക്കിയിരിക്കുക. കത്തോലിക്ക സ്വാധീനത്തിന് ഇതിലും വലിയൊരു തെളിവ് വേണോ? ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റാന്നല്ല. ഈ ചിത്രങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് വരച്ചിട്ടുള്ളത്, യേശു ഉരുണ്ട് വീഴുന്നതും മുട്ടയിൽ ബാൻഡേജ് വെക്കുന്നതും അങ്ങനത്തെ ചിത്രങ്ങളൊക്കെ നല്ലതാണ്. മാറത്ത് മാങ്ങാ തൂക്കി യേശു എല്ലാ യാക്കോബായക്കാരുടെ വീട്ടിൽ കാണും. മാങ്ങാ തൂക്കി, ഞാൻ പറഞ്ഞു മാങ്ങാ തൂക്കി എന്ന് പറഞ്ഞാല്, പണ്ട് എന്റെ ചെറുപ്പത്തിൽ ഈ മണ്ടാട്ടുപള്ളി വെട്ടുനോമ്പ് പെരുന്നാളിന് ഈ ഫർണിച്ചർ കച്ചവടമുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഫർണിച്ചർ മാർട്ടൊന്നുമില്ല. ഈ സംക്രാന്തിയിൽ ഒരു കച്ചവടം ഉണ്ട്, ചെറുതാ, പാക്കിൽ സംക്രാന്തി. പിന്നെ മണ്ണാടുപള്ളി എട്ടുനോമ്പാണ്. മണ്ണാടുപള്ളിയിലെ ഈ ഫർണിച്ചർ കച്ചവടം 2 മാസം നിൽക്കും. പെരുന്നാൾ കഴിഞ്ഞാൽ 2 മാസത്തേക്ക് അവിടെ ഫർണിച്ചർ ഉണ്ട്. അപ്പം കോട്ടയം ജില്ലയിൽ നിന്ന് സമീപ ജില്ലയിൽ നിന്ന് പോലും ആളുകൾ ഫർണിച്ചർ മേടിക്കാൻ വരും. ഭയങ്കര കച്ചവടം. രാത്രിയിലും പകലും ആളുകൾ വന്ന് ഫർണിച്ചർ മേടിക്കും. വലിയൊരു മേളയാണ് അവിടെ, ഒരുപാട് ഫർണിച്ചർ കടയുണ്ട്. അപ്പൊ അവിടെ ഒരു ഫർണിച്ചർ കടയുണ്ട്. അതുപോലെ ഫോട്ടോയെ, നിലവിളക്ക്, പാട്ടൂസ്, ഇതൊക്കെ വിൽക്കുന്ന കടയുണ്ട്. അപ്പൊ ഈ ഫർണിച്ചർ വിൽക്കുന്ന കടയിൽ ലോഡിങ് അൺലോഡിങ്ങിന് ആളുകൾ വന്നിരിക്കും. ആ കട്ടിലും മേശയിലും ഒക്കെ ആയിട്ട് ലോഡിങ് ആയിരിക്കും. അപ്പൊ അവിടെ ഫോട്ടോ വിൽക്കുന്ന കടയിലെ ഫോട്ടോ വിൽക്കുന്ന കടക്കാരൻ അപ്പുറത്ത് ചായ കുടിക്കാൻ വേണ്ടി ആശുപത്രിയുടെ കാന്റീനിലോട്ട് പോയി. അപ്പൊ ഞാനൊക്കെ ഒന്ന് പയ്യന, അപ്പൊ നമ്മളൊക്കെ അവിടെ നിൽക്കും. ഇതൊക്കെ നല്ല രസമല്ലേ കാണാൻ, വേറെ കാര്യങ്ങളൊന്നും, അവധി സമയമാണ്. അപ്പോ ഇയാള് ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ലോഡിങ് പറഞ്ഞു, ഒന്ന് നോക്കിയേക്കണം കേട്ടോ, കടയൊന്ന് നോക്കിയേക്കണം. അവർ നോക്കും. ഈ മതിലിനപ്പുറത്താണ് കാന്റീൻ. പക്ഷെ നടന്നു പോകണ കുറെ വളഞ്ഞിങ്ങനെ പോയി ഇയാൾ ചായ കുടിക്കുകയാണ്. അപ്പൊ തൊട്ടടുത്ത് മതിലിനപ്പുറത്ത് ഇയാളുണ്ട്. അപ്പൊ പെട്ടെന്ന് ഈ ഫോട്ടോ കട കസ്റ്റമേഴ്സ് വന്നു. അപ്പൊ ഈ ഏകുമ്പോൾ കുറേ ലോഡിങ്ങാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഒരു പടത്തിന്റെ വില ചോദിച്ചു. അപ്പൊ ഞാൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ, നേരിട്ട് കണ്ടതാ. അപ്പോ ഒരു സ്ത്രീക്ക് ഒരു പടം വേണം, ഒരു മാതാവിന്റെ പടമാണ്. ഈ മാതാവിന്റെ പടത്തിന് അപ്പം അപ്പുറത്തോട്ട് അകത്തോട്ട് ഇവൻ വിളിച്ചോട്ട്, തോമാച്ചേട്ടോ ഈ മാതാവിന്റെ പടത്തിന് എന്നാ വില? അപ്പൊ ഏത് മാതാവിന്റെ പടമാണെന്ന് പുള്ളിക്ക് പിടികിട്ടുന്നില്ല. അല്ലെ പുള്ളി ആദ്യം നോക്കുന്നത് ഏത് മാതാവിന്റെ പടമാണ്, മാതാവിന്റെ ഏത് പടമാണെന്നുള്ള പുള്ളി ചോദിക്കും. അപ്പൊ ഈ ലോഡിങ്ങാരനകത്തോട്ട് വിളിച്ചു പറഞ്ഞാൽ, ഈ മാങ്ങാ തൂക്കിയ മാതാവിന്റെ, നെഞ്ചത്ത് തിരികൃതയാ, ലോഡിങ്ങാരന് വല്ല ബോധം ഉണ്ടാവും, പറയാം മാങ്ങാ തൂക്കിയ മാതാവിന്റെ. അന്നേരം അതിന്റെ വില പുള്ളി പറഞ്ഞു. പുള്ളിക്ക് മനസ്സിലായി. പുള്ളി വില പറഞ്ഞു. ഈ ഫോട്ടോ വിൽക്കുകയും ചെയ്തു, അവർ ഫോട്ടോ മേടിക്കുകയും ചെയ്തു. ഇതൊക്കെ ഞാൻ കണ്ടതാ. അപ്പോഴാണ് എന്റെ തലയിൽ കയറിയത്, ഇത് മാങ്ങാ തൂക്കിയ മാതാവാണ്. കണ്ടിട്ടില്ലേ? ഈ മാങ്ങാ തൂക്കിയ മാതാവ് ആരുടേതാണ്? അത് സുറിയാനി സഭയുടെ ഒരു പാരമ്പര്യമല്ല. സുറിയാനിക്കാരന്റെ കുരിശ് ശൂന്യമാണ്. രൂപം തൂങ്ങിയ കുരിശ് സുറിയാനിക്കാരൻ്റെതല്ല, അത് ശൂന്യമായ കുരിശാണ്. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈസ് നോ ലോങ്ങർ ഹാങ്ങിങ് ഓൺ ദാറ്റ് ക്രോസ്. പക്ഷെ അത് കത്തോലിക്ക വിശ്വാസത്തിൽ ഓക്കെയാണ്. കത്തോലിക്ക വിശ്വാസം അതാണ്. അത് തെറ്റാന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പം കുരിശുരൂപം വെച്ചിരിക്കുന്നതോ, കുരിശുരൂപത്തെ നോക്കുന്നതോ, കുരിശുരൂപത്തെ പ്രാർത്ഥിക്കുന്നതോ, അല്ല കുരിശുരൂപം നമ്മൾ നെഞ്ചത്ത് തൂക്കിയിടുന്നതൊന്നും തെറ്റല്ല. പക്ഷെ അത് സുറിയാനിക്കാരുടേതല്ല. പിന്നെ അത് തെറ്റല്ല, പിന്നെ എന്താ കുഴപ്പം? അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഒരു പോറ്റി ഹോട്ടലിൽ നമ്മൾ പോറ്റിയോട് പറയാണ്, അവിടെ എന്നതാ ഈ നെയ്ച്ചോറ്, ബിരിയാണി, ഇതുമെല്ലാം കിട്ടുമോ? ഒന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൈര് സാധനം കിട്ടും, മസാല ദോശ കിട്ടും, അങ്ങനെ വല്ലതും കിട്ടും, ഉഴുന്നുവട കിട്ടും. അപ്പൊ ഈ ഉഴുന്നുവടയും മസാല ദോശയും ഒക്കെ വിൽക്കുന്ന, നെയ് റോസ്റ്റും ഒക്കെ വിൽക്കുന്ന പോറ്റിയോട് പറയാണ്, നമുക്കിവിടെ ചിക്കൻ ലോലിപോപ്പ് കൂടെ വെച്ചാലോ? എടാ, അവിടെ ചിക്കൻ ലോലിപോപ്പ് വെക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അതൊരു പോറ്റി ഹോട്ടലാണ്. അത് ചിക്കൻ ലോലിപോപ്പ് മോശമാണോ? എന്നാര് പറഞ്ഞു? ചിക്കൻ ലോലിപോപ്പ് തിന്നാൻ കൊള്ളത്തില്ല? കൊള്ളും. അപ്പൊ ചിക്കൻ ലോലിപോപ്പ് നമുക്ക് അപ്പുറത്ത് കോയന്റെ കടയിൽ നമുക്ക് ഇഷ്ടമാണ്, അവിടെ കിട്ടുന്നത്. ഓക്കെ, ബിസ്മി റെസ്റ്റോറന്റ് ആണ്. പോറ്റി ഹോട്ടലിൽ നമ്മൾ കയറുകയാണ്, അല്ലെങ്കിൽ ശരവണ ഭവനിലോട്ട് നമ്മൾ കയറുകയാണ്. ശരവണ ഭവനിലോട്ട് നമ്മൾ കയറുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ടേബിളിൽ ഇരിക്കുന്നവൻ പെറോട്ടയും ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഇറങ്ങിപ്പോരും. ഞാൻ പെട്ടെന്ന് നോക്കും, ബോർഡ് നോക്കും, പുറത്തിറങ്ങിച്ച് നോക്കും, ശരവണ ഭവൻ. എനിക്ക് കയ്യാൻ ഞാൻ ഉരുളും. ശരവണ ഭവൻ തന്നെയാണോ? ഒന്നുകൂടെ കയറിയിട്ട് നോക്കുമ്പോഴേക്കും നല്ല മണം, ചിക്കൻ്റെ വെച്ച കോയിന്റെ മണം വരുന്നതാ. അകത്ത് പോകും, ആ മേശയിൽ ഇരിക്കും, അങ്ങനെ നോക്കും. വെയിറ്റർ വരും, നമ്മൾ ചോദിക്കും. നമുക്ക് വെയിറ്റർ വരുമ്പോഴൊക്കെ പറയുന്നതാ, ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ 65, തണ്ടൂരി ചിക്കൻ മെനുവാ. അപ്പൊ ഇത് ശരവണഭവൻ തന്നെ ഉണ്ട് സാർ, മസാല ദോശ ഉണ്ട്, ഉണ്ടെന്ന്. ഞങ്ങള് സുറിയാനി ക്രമത്തിലുള്ള കുർബാനയുണ്ട്, ഇച്ചിരി കഴിയുമ്പോൾ അത് തുടങ്ങും. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ ഈ ചിക്കൻ ലോലിപോപ്പും തണ്ടൂരിയും അതും. സോറി സാർ, ഇതൊരു ശരവണഭവനാണെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല.
കാരണം ശരവണ ഭവൻ ഒരു സ്ഥാപനോദ്ദേശമുണ്ട്. ആ സ്ഥാപനോദ്ദേശത്തിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ പോകുന്നവർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. നമ്മളവിടെ പോകുന്ന എന്തിനാണ്? വെജിറ്റേറിയൻ ഫുഡ്, വെജിറ്റേറിയൻ മീൽസ് കഴിക്കാനാണ്. നമ്മൾ വെജിറ്റേറിയൻ അല്ലെങ്കിൽ പോലും, നമ്മൾ ചിക്കൻ കഴിക്കുന്നതാണെങ്കിൽ പോലും ശരവണ ഭവനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അത്യാവശ്യം കത്തോലിക്ക പള്ളി നമുക്ക് പോകാം, കത്തോലിക്കരുമായിട്ട് നമുക്ക് കൗതാശികമായ സഹകരണമുണ്ട്, കമ്മ്യൂണിയൻ ഉണ്ട്, കത്തോലിക്കർ ഒരു തെറ്റുമില്ല. പക്ഷേ അത് കത്തോലിക്ക പള്ളിയിൽ ഇരിക്കട്ടെ. ഇപ്പൊ കത്തോലിക്കരുടെ ഒരു പ്രാർത്ഥനാ പുസ്തകത്തിൽ ഈ കവർ കണ്ടാൽ വേറെ അസ്വാഭാവികതയുമില്ല. പക്ഷെ യാക്കോബായക്കാരന്റെ പുസ്തകത്തിന്റെ കവറിൽ നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നില്ല. യാക്കോബായക്കാരന്റെ പുസ്തകത്തിൽ പണ്ട് മാലാഖമാർ കുമ്പിട്ട് നിൽക്കുന്ന സ്ലീവായിട്ട് ഒരു പടം വെച്ച് അത് മതിയല്ലോ. കാരണം ഇത് കവർ ആകർഷകമാക്കി കൂടുതൽ കോപ്പികൾ വിൽക്കാനൊന്നുമല്ല. യാക്കോബായക്കാരൻ കൃത്യമായിട്ട് ആ പുസ്തകം മേടിക്കും. അതിപ്പോ 50,000 കോപ്പി വിൽക്കാനുണ്ടെങ്കിൽ കവർ, ആ പഴയ ബ്ലാക്ക് കവർ ഇട്ടാലും 50,000 കോപ്പി വിൽക്കും. ആ ഒരു പ്രാർത്ഥനാ പുസ്തകത്തിന്റെ ഒരു വിശുദ്ധിയും ആഢ്യത്വവും അതിന്റെ കവറിൽ പ്രതിഫലിക്കണം. അതല്ലേ പൂർവികമായിട്ട് ആ പുസ്തകം അങ്ങനെയായിരുന്നു, ഒരു പ്രശ്നമില്ല. അപ്പൊ അതിന് ഇനിയിപ്പോ ചിത്രങ്ങൾ വെക്കണമെങ്കിൽ എന്തെങ്കിലും സിറിയൻ ഐക്കൺസോ വല്ലതും വെച്ച് പ്രിന്റ് ചെയ്യാം. സിറിയൻ ഐക്കൺസ് നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ സിറിയൻ ഐക്കൺസ് നിങ്ങൾക്ക് തരാം. എന്തുമാത്രം സിറിയൻ ഐക്കൺസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമുണ്ടോന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെയാണ് ഈ പ്രാർത്ഥനകൾക്കകത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഡിയോഫൈസിറ്റിസത്തിന്റെ ഒരു സൂചന. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പണ്ടൊക്കെ പ്രാർത്ഥന ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ മുഴുവൻ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും എന്ന് പറയുമ്പോൾ അത് ഡിയോഫൈസിറ്റിസമായ ഇരട്ടപ്പുറപ്പാടാണ്. മനസ്സിലായോ? ഡബിൾ പ്രൊസഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിന്റെ പരിശുദ്ധ റൂഹായ എന്നുള്ള സംജ്ഞ കത്തോലിക്ക വേർഷനിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഈസ്റ്റ് വെസ്റ്റ് സ്കിസം തന്നെ, കിഴക്കും പടിഞ്ഞാറുമായിട്ട് കിഴക്കൻ സഭകളും പടിഞ്ഞാറൻ സഭകളും കൂടെ പിരിയുന്നത് തന്നെ അതിനാണ് അല്ലേ? പോപ്പ് ബെനഡിക്റ്റ് അത് എഴുതി ചേർത്തു. ഹെൻറി രാജാവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അത് എഴുതി ചേർത്തപ്പോഴാണ് ഈ ഭിന്നത രൂപപ്പെടുന്നത്. കിഴക്കൻ പടിഞ്ഞാറ് ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭിന്നതയ്ക്ക് കാരണമായ തർക്കമാണത്. ഇപ്പൊ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. മിക്ക പ്രാർത്ഥനാ പുസ്തകത്തിൽ അങ്ങനെയാണ്. തക്സായിൽ കുഴപ്പമില്ല, തക്സ കൃത്യമാണ്. ഞാൻ തക്സ എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാം അതിനകത്തെല്ലാം കറക്റ്റാണ്. പക്ഷെ പുതുതായിട്ട് അടിക്കുന്ന പ്രാർത്ഥനകൾക്കകത്തെല്ലാം ഇത് കടന്നു കയറി. ഇത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല. അപ്പൊ നമ്മൾ വ്യാഖ്യാനിക്കാനും വാദിക്കാനും വന്നാൽ തെറ്റില്ല. അതിന് അപരിശുദ്ധ റൂഹ യേശുവിൻ്റെയും കൂടെ അല്ലേ ആണ്. പക്ഷേ അതല്ല അതിന്റെ കാരണം. ഞാൻ പറഞ്ഞല്ലോ, ഈ സാമ്പാറിനകത്ത് ചിക്കൻ ബ്രോത്ത് ഒഴിക്കുന്ന പരിപാടിയുണ്ട്. അത് നിങ്ങൾക്കറിയോ? സാമ്പാറിനകത്ത് ചിക്കൻ ബ്രോത്ത് ഒഴിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ സാമ്പാർ വെക്കും. നിങ്ങൾ ഇനി സാമ്പാർ വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ചിക്കൻ ബ്രോത്ത് മേടിക്കാൻ കിട്ടും ഈ ക്യാനകത്ത്. സാമ്പാർ വെക്കുമ്പോൾ ഒരു സ്വല്പം ഒഴിച്ചു നോക്കുക, അടിപൊളി ടേസ്റ്റാ. ഞാൻ ഇത് കണ്ടത് തമിഴ്നാട്ടില് ഒരിടത്താണ്. തമിഴ്നാട്ടിൽ എനിക്ക് പരിചയമുള്ള ഒരു കുക്കുണ്ടായിരുന്നു. അപ്പൊ പുള്ളി കുക്ക് ചെയ്യുന്നിടത്ത് ഞാൻ പോയി നോക്കി നിൽക്കും. അപ്പൊ പുള്ളി ചിക്കനൊക്കെ ഇങ്ങനെ അറിഞ്ഞ് കറി വെക്കാൻ വേണ്ടി വെച്ചിട്ട് ആ അറിഞ്ഞ ചിക്കൻ എല്ലാം കൂടെ വലിയൊരു തുണിക്കകത്ത് കെട്ടിവെക്കും. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇതെന്തിനാ ഇങ്ങനെ കെട്ടിവെക്കുന്നത്? പുള്ളി ഞാൻ കാണിച്ചു തരാം. സാമ്പാർ വെക്കുമ്പം പുള്ളി ഇതുകൂടി ഇട്ടാ തിളപ്പിക്കുന്നത്. ഈ വലിയ തുണിക്കെട്ട് അങ്ങോട്ട് ഇടും. ഇതിങ്ങനെ തിളച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഈ ചിക്കന്റെ സത്ത് മുഴുവൻ ആ സാമ്പാറിൽ ഇറങ്ങും. അപ്പൊ ഞാൻ ചോദിക്കും, അയ്യോ ഇത് തെറ്റല്ലേ, ഇത് വെജിറ്റേറിയൻ ഇത് അത് പറവല്ല എന്നൊക്കെ പറയും. തമിഴനാ പുള്ളി. ടേസ്റ്റാണ്, ശരിയാ, നല്ല ടേസ്റ്റാ. നിങ്ങള് ഇനി സാമ്പാർ വെക്കുമ്പോൾ കുറച്ച് ചിക്കൻ ബ്രോത്ത് ഒഴിച്ചു നോക്കും കേട്ടോ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ്. കുഴപ്പമുണ്ടോന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെ അതൊരു ശരിയല്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പലവിധ സ്വാധീനങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ചലഞ്ച്? എന്താണ്? ഈ പൂർവികമായ സഭ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സഭകളുടെ മാതാവാണ് സുറിയാനി സഭ.